കലാമണ്ഡലം മോഹൻ തുളസി ടീച്ചർ എന്നെ ഡാൻസ് പഠിപ്പിച്ച ടീച്ചറാണ്. അധികം നാളെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. ഞാൻ ഇവിടെ കൊച്ചിലെ പഠിച്ചിരുന്ന കാലത്ത് 1.5 വർഷം അല്ലേ, 1.5 വർഷമൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര മെമ്മറീസ് ആണ്. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ടീച്ചറിനെ കണ്ടു. പക്ഷെ എന്നാലും എപ്പോഴും കാണുമ്പോൾ എനിക്ക് പഴയ നല്ല ഓർമ്മകളാണ്. അവിടെ ഗിരിനഗറിൽ കമ്മ്യൂണിറ്റി ഹാളാണ് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അന്നത്തെ ദീപ എന്ന് പറഞ്ഞ ദീപ, ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു അവിടെ പോയി പഠിച്ചത്. എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. കാളിയമർദ്ദനമാണ് പ്രധാന. കാണാനും നല്ല ഒരു ഉരുണ്ടൊരു കുട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി കാളിയമർദ്ദനം പഠിപ്പിച്ചാൽ നന്നായിരിക്കും. ഞാൻ അതാ പഠിപ്പിച്ചത് ആദ്യം. അരങ്ങേറ്റത്തിന് അന്ന് എന്തോ അലാരിപ്പും ജതിസ്വരോ അതെ അങ്ങനെ 2 ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് പഠിപ്പിക്കാൻ വളരെ മോഹമായിരുന്നു. പക്ഷെ ഗീതു സാഹചര്യം തരണ്ടായിരുന്നു. അവിടെ ഗീതു പോയി, ഞാൻ വെളിയിൽ പോയി. എന്നിട്ട് ഞാൻ മലേഷ്യയിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭരതനാട്യം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ തെയ്യാത്തേഹി പറയണ രീതി എനിക്ക് ടീച്ചർ പറയണ ഭയങ്കര യൂസ്ഡ് ആയിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പഠിച്ചിട്ടേ ഇല്ല ഭരതനാട്യം. പിന്നെ സിനിമയിൽ വന്ന ശേഷം അവര് ഡാൻസ് മാസ്റ്റേഴ്സ് അപ്പോൾ പറയുന്ന സ്റ്റെപ്സ് പണ്ടത്തെ ഓർമ്മയിലും പണ്ടത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. അല്ലാണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര നല്ല മെമ്മറീസ്. പിന്നെ അമ്മയാണെങ്കിൽ എപ്പോഴും പറയായിരുന്നു, വഴക്ക് പറയണം, പണിഷ് ചെയ്യണത് എന്നെ ഇന്ന് ഞാൻ ഡാൻസ് ക്ലാസ്സിന് വിടില്ല എന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞാൽ അയ്യോ എൻ്റെ ജീവൻ പോണ പോലെ. എനിക്കാണെങ്കിൽ ഡാൻസ് ക്ലാസ് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഗീതും അത് ടീച്ചറിനെ പറ്റി ഇങ്ങനെ ഓർത്തതിൽ ടീച്ചർക്ക് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. താങ്ക് യു മിസ്. ഇവിടെയാണ് എൻ്റെ അടുത്ത മെമ്മറീസ്. ശരിക്കും ഇവിടെ ലേക്കാണ്, ഇത് അമ്പലമേടാണ് ടൗൺഷിപ്പ്. കൊച്ചിയിലേക്ക് ഞാൻ സ്ഥിരം ഇവിടെ വരികയായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ വലിയച്ഛൻ ഇവിടുത്തെ ഡോക്ടറായിരുന്നു. വലിയമ്മയുണ്ട്, ശാലിനി ചേച്ചിയുണ്ട്, രാഹുൽ ചേട്ടനുണ്ട്. അപ്പോൾ ഞാൻ അവരൊക്കെ ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ വലിയച്ഛൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വളവുണ്ട്. വളവിൻ്റെ അവിടെ വന്ന് സന്ധ്യാസമയത്ത് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെല്ലാവരും അവിടെ വന്ന് ഭയങ്കര സംസാരവും പിന്നെ ടൗൺഷിപ്പിലുള്ള സകല ആൾക്കാരും വെളിയിൽ വന്നിരുന്ന് ഭയങ്കര ബഹളം. എൻ്റെ വല്യമ്മയും ശാലിനി ചേച്ചീനെയും വരുണിനെയും പവിത്രയൊക്കെ പരിചയപ്പെടാം. എൻ്റെ വല്യമ്മയാണ് ശാലിനി ചേച്ചി. ശാലിനി ചേച്ചി എന്തൊക്കെ മെമ്മറീസ് അല്ലേ ഇവിടെ വന്നിരുന്നത്? ഫുൾ മെമ്മറീസ് ആണ് എല്ലാം. മോസ്റ്റ്ലി എല്ലാം നല്ല മെമ്മറീസ്. കുറെ കള്ളത്തരമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഞാനും ഗീത്തും കൂടെ. ഞങ്ങളുടെ ഒരു ഫേമസ് വളവാണ്, എന്ന് വെച്ചാൽ അവിടെയാണ് വീട്. അപ്പോൾ വൈകുന്നേരം ഈ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഗോസിപ്പ് തന്നെയല്ലേ ചേച്ചി? മോസ്റ്റ്ലി ഗോസിപ്സ്. ഇപ്പൊ ഇവിടുന്ന് മാറിയിട്ട് കുറച്ച് നാളായി. സോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര മെമ്മറീസ് ആണ്, ഫുൾ ഓഫ് മെമ്മറീസ് ആണ് ഇവിടെ. പ്രത്യേകിച്ച് ലേക്കുള്ള കാരണം ഗീത്തൊക്കെ എപ്പോഴും ഇവിടെ വന്നിരുന്നത് നമ്മുടെ ഇവിടുത്തെ ഹോളിഡേസിനൊക്കെ. ഹോളിഡേസ് തന്നെ വേണ്ട, അല്ലെങ്കിൽ ഓടി വന്ന് എപ്പോഴും സ്ഥിരമുള്ള മെമ്മറീസ് തന്നെ. നമ്മൾ പണ്ട് ഓർമ്മയുണ്ട് ചേച്ചി, ലേക്കിൽ വന്നിരുന്നിട്ട് ഗീത്തിന്റെ കാല് മുറിഞ്ഞ് ഗ്ലാസ് പീസ് ഉണ്ടത് കാല് മുറിഞ്ഞു. ചേച്ചി പറഞ്ഞു വീട്ടിൽ പറഞ്ഞാൽ തന്നെ ഒരിക്കലും ലേക്കിൽ കൊണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഞൊണ്ടി നടക്കുന്നത് വില്ലോർമ്മയുണ്ടോ അഭിനയിക്കരുത് എന്ന് പറഞ്ഞു. വലിമ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു, കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ലയൺസ് ക്ലബിലും അതൊക്കെ ഭയങ്കര ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അപ്പൊ നാടകമൊക്കെ കുടുംബത്തിലുണ്ട്. അത് മാത്രമല്ല, നാടകം ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഒരു നാടകീയ ഫാമിലിയാണ്. ഭയങ്കര ഫുൾ നാടകം. എൻ്റെ ഫാമിലിയാണ്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ ആക്ച്വലി മെൻഷൻ ചെയ്ത് മാത്രമല്ല അവരെൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ കുറച്ച് ഡിഫറെൻ്റ് ആവും. എനിക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തൊട്ട ഫയലൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര പ്രിപ്പറേഷനാണ്. അമ്മ കയ്യിലെന്തൊക്കെയോ ഉണ്ട്, എന്താ സംഭവം എന്ന് അറിയില്ല. എന്തായാലും ഇതാണ് എൻ്റെ അമ്മ ലത, എൻ്റെ അച്ഛൻ മോഹൻ, മൈ ബ്രദർ അർജുൻ, ചേട്ടൻ ഡോക്ടറാണ്. ഇത് ഗീത്തുവിൻ്റെ ആദ്യത്തെ വളയാണ്. ഗീത്തുവിന് 28 ദിവസമുള്ള സമയത്ത് ചെറിയ വള നോക്കിയിട്ടൊന്ന് വാങ്ങിച്ചാണ്. അതൊന്ന് ഉടുപ്പുകൾ മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മിക്കവാറും ഡോൾസിൻ്റെ ഡ്രസ്സൊക്കെയാണ്, റിലേഷൻസൊക്കെ കൊണ്ടുവരുന്ന ഡോൾസിൻ്റെ ഡ്രസ്സൊക്കെ. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ഗീത്തു. കൊച്ചില് കഴിക്കാനൊക്കെ ഞാൻ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ട അങ്ങനെ തോന്നില്ല. കൊച്ചിന് ഭയങ്കര മോശമായിരുന്നു. ഇപ്പോഴും ഓർമ്മ അമ്മ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് എനിക്ക് തരുന്നു, ഉപ്പൊക്കെ ഇട്ടിട്ട് പച്ചയ്ക്ക്. എന്താ നമ്മ ചെയ്ത് വണ്ണം വെച്ചോട്ടെ വെച്ചിട്ട് തന്നെയാണ് കലക്കി തരുന്നു എനിക്ക്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഗീത്തുവിനെ പറ്റിയിട്ട്. ഗീത്തുവിൻ്റെ ഹാബിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യായിരുന്നു, കുട്ടികൾക്ക് സംസാരിക്കുന്ന പറഞ്ഞാൽ ചെറിയ ചെറിയ നോട്ട്സ് ഇട്ടിട്ട് അവരുടെ
പില്ലോയിൽ അവർ ഉറങ്ങണ മുമ്പേ ഒക്കെ എഴുതി വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അഥവാ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി അവർക്ക് വായിക്കാമല്ലോ അത് എൻ്റെ ഗീത്ത് തുടർന്നു. ഗീത്തിൻ്റെ രീതി എങ്ങനെയാ വെച്ചാൽ ഗീത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗീത്ത് അതുപോലെ തന്നെ ഓരോ എഴുത്തുകളൊക്കെ എഴുതും. അതുപോലെ വല്ല ബർത്ത്ഡേ വരുമ്പോൾ ടു ഡിയർ അമ്മ ഹാപ്പി ന്യൂ ഇയർ ഒരു 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഗീത്തു തന്നെ വരച്ച് ഗീത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഞാൻ ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. എത്രയോ വർഷങ്ങളായി ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ച കുറേ നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് വേറൊരു കുറുമ്പ് കാര്യം കാണിച്ചിരിക്കുന്നതാ, ചേട്ടനായിട്ട് വഴുക്കടിച്ച് എൻ്റെ ക്യൂടെക്സ് എടുത്തിട്ട് അത് ഒട്ടിച്ച് അത് ബോക്സിലിട്ടിട്ട് അവിടെ എഴുതിയിരിക്കുന്നു ഐ എം ഇൻ പെയിൻ ഔച്ച് അമ്മ ഐ എം ഗോയിങ് ടു പുട്ട് മൈ ഓൺ ബ്ലഡ് ടു മാർക്ക് മൈ ഫിംഗർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. അമ്മ ലൈക്സ് ഓൺലി ചേട്ടൻ, ഷീ ഹേറ്റ്സ് ഗീതു, നോ വണ്ടർ ഷീ ഓൾവേസ് പണിഷസ് മീ ഫോർ സില്ലി ആൻഡ് സിമ്പിൾ തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. അവസാനം അർജുൻ ആൻഡ് ലത എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറേ എഴുത്തുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു എഴുത്ത് അച്ഛൻ കോക്ക് എന്തൊക്കെയോ വാങ്ങിക്കാൻ പോകും കുട്ടികൾക്ക് ഇടയ്ക്ക്. അത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇഫ് യു ബൈങ് കോക്ക് ഫോർ അർജുൻ ബൈ മീ ഓൾസോ ഫ്രം യുവർ കുഞ്ചി ഗായത്രി. കുഞ്ചിക്കുട്ടി, കുഞ്ചി എന്ന് വിളിക്കുന്ന ഗായത്രി. അത് വേറെ I have to say this. ഒരു 50 times I will be good എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതിയിട്ട് ബിക്കോസ് I will be good, I have to become a lawyer and run away from അമ്മ. അന്ന് ആക്ട്രസ് ആവണേൻ്റെ ഇതൊന്നുമില്ല. I have to become a lawyer and run away from അമ്മ. അതാണ് ഗീതുവിൻ്റെ വേറെ ഒരു ഇത്. So that is my embarrassing life. ഗീതു ചെറുപ്പത്തിലെ when you were about I think 6 or 7 years old, 8 വയസ്സാണ് മലേഷ്യയിൽ വെച്ചിട്ട്. 8 വയസ്സായിരുന്നപ്പോൾ ഗീതു എനിക്കൊരു കാർഡ്, ഇതന്നെയുള്ള പണി എനിക്ക് സ്ഥിരം കാർഡ് കൊടുക്കുക. അതിലെഴുതിയിരിക്കണേ ഡിയർ അച്ഛ, ഹാപ്പി ഫാദേഴ്സ് ഡേ, ഓൾവേസ് കീപ് ദിസ് കാർഡ് വിത്ത് യു ഫ്രം യുവർ ലവിങ് ഡോക്ടർ ഗായത്രി. അപ്പോൾ അതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ എപ്പോഴും എൻ്റെ പേഴ്സിൽ ഇത് വെച്ചിരിക്കും. അതറിഞ്ഞില്ലേ അവിടെ. ഇപ്പോൾ ഒരു 2 മാസം മുമ്പേ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി കാട്ടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ഞാൻ ഭയങ്കര ഷോക്ക്ഡ്. അത് ഞാൻ ശരിക്കും മറന്നുപോയി, ഇങ്ങനെ ഒരു സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ മറന്നുപോയി. എൻ്റെ ചേട്ടനും ഞാനും ഭയങ്കരമായിട്ട് കുറുമ്പായിരുന്നു. കുറുമ്പ് പറഞ്ഞാൽ ചേട്ടനധികം കുറുമ്പില്ല, എനിക്കായിരുന്നു കൂടുതൽ. പക്ഷെ ഭയങ്കരമായിട്ട് വഴക്കടിക്കായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഒന്നും വഴക്കടിക്കില്ല, ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അച്ഛനമ്മയും ഞങ്ങൾ ആരെങ്കിലും വഴക്കടിച്ചാൽ ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. മലേഷ്യയിൽ ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ അവിടെ ക്രിസ്മസ് ഒക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. അപ്പോൾ ക്രിസ്മസിനാണെങ്കിൽ ഇങ്ങനെ പ്രസൻസ് വയ്ക്കുക ബെഡിൻ്റെ സൈഡിൽ, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് രൂപയൊക്കെ കടം ചോദിച്ചാൽ അവിടെ അടുത്തൊരു കടയിൽ പോയിട്ട് ചേട്ടൻ എനിക്ക് ക്രിസ്മസിന് മേടിക്കുന്ന പ്രസൻസ് ഒക്കെ ചേട്ടനായിരുന്നു കളിക്കുന്നത്, തോക്ക്. അപ്പം ഞാൻ ചേട്ടാ എനിക്ക് കിട്ടിയത് തോക്കൊക്കെ തരണം. അപ്പം ഞാൻ വെച്ചു എൻ്റെ സ്നേഹം കൊണ്ട് തരുവാണൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് അതിന് ഞാൻ കളിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകും. അങ്ങനെ വായിച്ചതുണ്ടായാലും. അപ്പം അങ്ങനത്തെ ഓർമ്മ. പിന്നെ ഇവിടെ പഠിക്കുന്ന സമയത്ത്, എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് പരീക്ഷയാണെങ്കിൽ ഒന്നും പഠിക്കില്ല. അപ്പം രാവിലെ എണീച്ച് ചേട്ടൻ അലാം വെച്ച് അതിനെ എണീച്ചു. അപ്പം ഞാൻ പറഞ്ഞു 1/2 മണിക്കൂറും കൂടെ പറയും ശരി 1/2 മണിക്കൂർ അലാം വെച്ച് എന്നിട്ട് എനിക്ക് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ ഇരുന്ന് ഹി വിൽ റീഡ് ഫോർ മീ. ആൻഡ് ഹി വാസ് ആക്ച്വലി യു ക്വൈറ്റ് യങ്. ചേട്ടൻ തന്നെ ഒരു 10th or 11th എന്തോ പഠിക്കുമ്പോൾ ഞാൻ 7th അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ 7th or 8th. ചേട്ടൻ ഇപ്പോൾ ഷിക്കാഗോയിലാണ് മൗണ്ട് സെനൈറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ഇപ്പം ലീവിന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം അവസാനം തിരിച്ചു പോകണം. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ സക്കിയിട്ടാണ് ഫുൾ ടൈം. അമ്മയ്ക്കാണ് ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് പോയ രാത്രിയൊക്കെ വരണേ, എവിടെയാണ് പോകണേ എല്ലാം അറിയണം. പിന്നെ പിറ്റേ ദിവസം വിശേഷം അമ്മൂമ്മയുടെ കാര്യം ഞാൻ പകുതി പറഞ്ഞില്ല. അമ്മൂമ്മ പെട്ടെന്ന് ഇമോഷണൽ ആവും. അപ്പോൾ ഞാനാണെങ്കിൽ എവിടെയെങ്കിലും ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം ആദ്യം എണീച്ച് അമ്മൂമ്മയെ കണ്ടില്ലെങ്കിൽ ഹോൾ ഡേ എൻ്റെ അടുത്ത് മിണ്ടില്ല. എന്നിട്ട് ഞാൻ ഒരു ദിവസം അമ്മ ചേട്ടന് ഓർമ്മയുണ്ടോ, ഞാൻ ഉച്ചയ്ക്ക് ലേറ്റ് ആയിട്ട് എണീച്ചു. ഉച്ചയ്ക്ക് ചെന്നപ്പോൾ അമ്മൂമ്മ നിനക്ക് വേണ്ടാന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ എന്താ അമ്മൂമ്മ ഞാനും. അപ്പോൾ അപ്പൂപ്പിന് ഓടി വന്നു ശരിയാ നിങ്ങൾക്ക് വേണ്ടാലേ എന്നൊക്കെ ഭയങ്കര ഇമോഷണൽ ഡ്രാമ. അപ്പോൾ അപ്പൂപ്പിന് ഭയങ്കര ഉമ്മയൊക്കെ കൊടുത്ത് അപ്പോൾ അതിന് ടോണൊക്കെ മാറി. അപ്പോൾ പെട്ടെന്ന് ഓക്കെ എല്ലാം ഒരു പ്രശ്നമല്ല. അങ്ങനെ ഹൈലി വോളറ്റൈൽ ഫാമിലിയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ ഇത്രേ കുറഞ്ഞ സമയമായതുകൊണ്ട് ഇത്രേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളോട് പങ്കിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. പഴയ ആൾക്കാർ, ഒരുപാട് ആൾക്കാരെ ഞാൻ ശരിക്കും ഇപ്പോഴാണ് കുറേ നാൾ ശേഷം കാണുന്നത്. ഇപ്പോൾ മോഹന തുളസി ടീച്ചർ, അതുപോലെ ചില ടീച്ചേഴ്സ് എൻ്റെ സ്കൂളിൽ. അപ്പോൾ ഇതെനിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ എക്സ്പീരിയൻസ് നീ തന്ന അമൃത ടെലിവിഷനോടും അതിനുള്ള എല്ലാ ഭാരവാഹികളും എൻ്റെ നന്ദി. ഇനിയും ഇൻ്റർവ്യൂസ് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ വേറെ വിശേഷങ്ങളും വേറെ കൊച്ചു സന്തോഷങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വരാം.